നമസ്കാരം. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. രാജ്യത്തുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച PM കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയിലെ 19ാം ഗഡു വിതരണം ഡിസംബർ ആദ്യ ആഴ്ചയോടെ വിതരണം ചെയ്യും. മുൻപുള്ള 18ാമത്തെ ഗഡു വിതരണം മുടങ്ങിയ അനേകം പേരുണ്ട്. ഇവർക്ക് ആനുകൂല്യം നഷ്ടപ്പെടാനുണ്ടായ പ്രധാന കാരണം ബന്ധപ്പെട്ട രേഖകളായ ആധാർ സീഡിംഗ്, KYC വെരിഫിക്കേഷൻ, കൃഷിഭൂമിയുടെ വിവരങ്ങൾ എയിംസ് പോർട്ടൽ വഴി നൽകൽ എന്നിവ പൂർത്തീകരിക്കാത്തവർക്കാണ് 18ാം ഗഡു വിതരണം മുടങ്ങിയത്. ഇനി വരുന്ന ഗഡുത്തുക ലഭിക്കുന്നതിനും തുടർന്ന് ആനുകൂല്യത്തിന് അർഹരാവുന്നതിനും അതുപോലെ ആനുകൂല്യം വർദ്ധിപ്പിച്ചാൽ ആ തുക ലഭിക്കുന്നതിനും വേണ്ടി ഇലക്ട്രോണിക് KYC ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചോ PM കിസാൻ സമ്മാൻ നിധി പോർട്ടൽ ഉപയോഗിച്ച് സ്വന്തമായോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. അതോടൊപ്പം ഈ ആനുകൂല്യം വാങ്ങുന്നവർ പദ്ധതിയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ നമ്പർ നൽകി മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. PM കിസാൻ പദ്ധതി വഴി ലഭിക്കുന്ന ആനുകൂല്യം ആധാർ വഴിയുള്ള വിതരണ രീതിയാണ്. അതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അധികൃതരെ സമീപിച്ച് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കൽ, ആധാർ കാർഡിലെ തിരുത്തലുകൾ, അതോടൊപ്പം KYC, ലാൻഡ് വെരിഫിക്കേഷൻ, കൃഷിഭൂമിയുടെ വിവരങ്ങൾ എയിംസ് പോർട്ടൽ വഴി നൽകൽ എന്നീ തിരുത്തലുകൾ നടത്തുന്നവർക്കായിരിക്കും 19ാം ഗഡുവും തുടർന്നുള്ള ഗഡു വിതരണവും ലഭിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി 19ാം ഗഡുവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം.